ഹലോ ഗൈസ്, യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സീരീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിന്നുള്ളത് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലെ അന്താൻ ബീച്ചിലാണ്. എന്താ പറയുക, ലക്ഷദ്വീപിനെ പറ്റി ഒന്നും പറയാനില്ല. ഓരോ സ്ഥലങ്ങളും അടിപൊളി, ഒന്നിനൊന്നും മെച്ചം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളാണ്. ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് ഇവിടുത്തെ ആളുകൾ. പിന്നെ എന്താ പറയുക, നല്ല നല്ല ഏരിയാസ്, ആകെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളു ഇവിടെ കാണാനായിട്ട്. പക്ഷേ ബീച്ച് ഒരു രക്ഷയില്ല. ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഉണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. നമ്മൾ അത്ഭുതപ്പെട്ടു ഇങ്ങനത്തെ ഒരു സ്ഥലം ഇങ്ങനെ കാണുമ്പോഴൊക്കെ. പിന്നെ നമ്മുടെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളൊരു ഊഞ്ഞാല കുറച്ച് പുറകിലാണ്, പക്ഷെ അവിടെ നല്ല തിരക്കാണ്. നമ്മളെ വീഡിയോയിൽ അത് നമ്മൾ കാണിച്ചു തരാം. അതാണ് മിക്ക വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ റീൽസിലും വീഡിയോസിലൊക്കെ അത് എപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഇന്നലെയാണ് ഇവിടെ വന്നത്, ഇന്നലെ രാവിലെയാണ് എത്തിയത്. പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. എല്ലാതും നമ്മളുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ലക്ഷദ്വീപിൽ വരികയാണെങ്കിൽ എല്ലാവരും എല്ലാ സ്ഥലങ്ങളും കറങ്ങാനായിട്ട് ശ്രമിക്കണം. കാരണം അടിപൊളി, ഒന്നും പറയാനില്ല. കുറച്ച് ഏരിയാസ് ഉള്ളൂ. ആകെ 7 കിലോമീറ്ററൊക്കെ ചുറ്റളവിലാണ് ഓരോ ദ്വീപ് എടുക്കുന്നത്. നമുക്കൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ കാണാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഒരു ദിവസം ചിലവഴിക്കും. അത്ര മനോഹരമാണ്. ഹായ് ഗൈസ്, നമ്മളങ്ങനെ ലക്ഷദ്വീപിൽ വന്നിട്ട് ഇന്ന് 2ാമത്തെ ദിവസമാണ്. രാവിലെ 10:30 തന്നെ നമ്മളുടെ ഡ്രൈവർ വീടിൻ്റെ മുൻവശത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ടുപോകാനായിട്ട്. നമ്മളെല്ലാവരും ഏകദേശം 10:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ പരിപാടി വരുന്നത് രാവിലെ സ്നോർക്കലിങ്, അതിനുശേഷം കയാക്കിങ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ട് റൈഡ് വരുന്നുണ്ട്. അത് മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമാവാനാണ് സാധ്യത. നമ്മളങ്ങനെ മറ്റൊരു ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളുടെ പരിപാടികളൊക്കെ ഉള്ളത്. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ എല്ലാവരും കൂടിയിട്ട് ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മളുടെ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങാൻ പോകുന്നത്. നമ്മളുടെ കൂടെ നമ്മളുടെ ട്രാവൽ ഗൈഡും ഡ്രൈവറുമായിട്ടുള്ള അബ്ദുൾ റഹീം ബ്രോയും കൂടി വരുന്നുണ്ട്, നമ്മൾ കാണിച്ചു തരാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, റെഡിയായി നിൽക്കുന്നുണ്ട്. കയാക്കിങ്ങിന് പോകുന്നുണ്ട്, അതുപോലെ സ്നോർക്കലിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് സ്നോർക്കലിംഗ് ആണ്. ഓരോരുത്തരിങ്ങനെ പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. കുട്ടികളൊക്കെ ഇവിടെ എത്തിയപ്പോൾ തന്നെ കടലിലോട്ട് ഇറങ്ങി അവരവരുടെ കളികളിൽ ഏർപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരമാലൊക്കെ ഇവിടെ വരുന്നുണ്ട്, എന്നാലും സേഫാണ്. ഇവിടെ ഇഷ്ടംപോലെ ഗൈഡ് ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവരപ്പോൾ തന്നെ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. നമ്മളങ്ങനെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളൊക്കെ നല്ല എൻജോയ്മെൻറ്റിലാണ്. നമ്മളങ്ങനെ ഓരോരുത്തരായിട്ട് സ്നോർക്കലിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. ആദ്യം തന്നെ മാസ്കൊക്കെ വെച്ച് പിന്നെ വെള്ളത്തിലോട്ട് മുങ്ങി അങ്ങോട്ട് പോകും. അധികം താഴ്ചയിലൊന്നും പോയില്ല. നമ്മൾ ജസ്റ്റ് ജാക്കറ്റിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് വെള്ളത്തിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ പൊന്തിക്ക് എടുക്കുള്ളൂ, തല മാത്രം വെള്ളത്തിൻ്റെ ഇടയിലേക്ക് ആക്കിയിട്ട്. നല്ല രസമാണ് കാഴ്ചകൾ കാണാനായിട്ട്. നമ്മളും അങ്ങനെ റെഡി ആയിട്ട് നമ്മളും അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലോട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് പോവാണ്. ആദ്യം ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും, പക്ഷേ നല്ല സേഫാണ്. നമ്മളങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോവാണ്. ഇതാണ് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് തല താഴ്ത്തിയാൽ കാണാൻ പറ്റുന്ന കാഴ്ച. നല്ല ക്ലിയർ ആണ്, ശരിക്കും നല്ല വിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ ഫോൺ വെച്ച് വീഡിയോ പിടിക്കാന്ന് പറഞ്ഞത് ഒരു വമ്പൻ ടാസ്ക്കാണ്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ശരിക്കും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചു പോകാന്ന് പറഞ്ഞാൽ അതും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ പരമാവധി വീഡിയോയിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ. ഒരു പ്രത്യേകതരം കളറുകളൊക്കെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളധികം വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി അടുത്തത് കയാക്കിംഗ് ആണ്. അപ്പോൾ കയാക്കിങ്ങിന് ആദ്യം കുട്ടികളൊക്കെയാണ് പോകുന്നത്. സ്നോർക്കലിങ്ങിനാണെങ്കിൽ 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അധികം കൊണ്ടുപോയില്ല, അതിന് മുകളിലുള്ള കുട്ടികളാണ് കൊണ്ടുപോവുക. കയാക്കിങ്ങിന് പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ കുട്ടിപ്പട്ടാളാണ് ഇനി കയാക്കിങ്ങിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കയാക്കിങ് ചെയ്യുന്നതും ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. സ്നോർക്കലിങ് ചെയ്ത അതേ ഭാഗത്ത് തന്നെയാണ് കയാക്കിങ് ചെയ്യുന്നതും. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലത്തെ കാഴ്ചകൾ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാനായിട്ട് കഴിയും.
നമ്മൾ ആ കാണുന്ന ആ അറ്റം വരെ തിരമാല വരുന്ന ആ ഒരു അറ്റം വരെ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അവിടെ നിന്ന് റൗണ്ടൊക്കെ അടിച്ച് കുറച്ച് നേരം അവിടെ തന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരും. ഏകദേശം ഒരു 10-15-20 മിനിറ്റൊക്കെ വരും ഓരോരുത്തർക്ക് കണ്ടുവരാനായിട്ട്. പിന്നെ വീണ്ടും പോണവർക്ക് വീണ്ടും പോവാം. പക്ഷെ അതത്ര ചിലവർക്ക് സ്നോർക്കലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മളങ്ങനെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് പിന്നെ കുറച്ച് നേരം കുട്ടികളൊക്കെ ആയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് അങ്ങനെ നമ്മളുടെ സ്നോർക്കലിങ്ങും കയാക്കിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് സ്നോർക്കലിംഗ് നമ്മോടൊപ്പം വന്ന നമ്മുടെ ഗൈഡ് ഷുഹൈബ് അക്തർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഷുഹൈബ് അക്തർ നമ്മളെ സ്നോർക്കലിംഗ് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ റൂമിലോട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും അടുത്തിനി നമ്മൾ പോകാൻ പോകുന്നത് ഗ്ലാസ് ബോട്ടിങ്ങിനാണ്. അപ്പോൾ നമ്മളങ്ങനെ റൂമിലെത്തിയിട്ട് ഇതാ ഫുഡ് കഴിക്കും. ഫുഡൊക്കെ ഇവിടെ കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് തരാൻ ഒരു മസാലച്ചോറാണ്. ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മളുടെ നാട്ടിലെ ബിരിയാണി പോലെ തന്നെ മറ്റൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. കിടിലം ഫുഡായിരുന്നു. നല്ലൊരു ചമ്മന്തി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി. അപ്പോൾ ഇനി അടുത്ത ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. ഇതും ഏകദേശം അടുത്ത് തന്നെയാണ്. അധികം ദൂരമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര ദൂരമൊക്കെ തന്നെ വരുന്നുള്ളൂ. ഇത് മറ്റൊരു ബീച്ചാണ്. മൊലോക്ക ബീച്ച് എന്നാണ് കേട്ടോ ഈ ഒരു ബീച്ചിൻ്റെ പേര് വരുന്നത്. മൊലോക്ക ബീച്ച് അഗത്തി എന്നൊരു ടയറിൽ പേര് എഴുതിയിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ കണ്ട ബീച്ച് പോലെയല്ല. ഇത് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് നല്ല സീനറീസാണ്. പിന്നെ അത് മാത്രമല്ല എവിടെ നോക്കിയാലും ഒരുപാട് ഊഞ്ഞാലകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഊഞ്ഞാലയിൽ ഇരുന്ന് ആടുന്ന വീഡിയോസൊക്കെ ഒരുപാട് ഇതിൽ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ഊഞ്ഞാലകൾ കുറേ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറുണ്ട് നല്ല, അതായത് ട്രാൻസ്പെറൻ്റ് ആണ്. ശരിക്കും നമുക്ക് അടിയിലത്തെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഗ്ലാസ് ബോട്ടിൽ നമ്മൾ കയറാൻ പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ ഗ്ലാസ് ബോട്ടിൽ പോയിട്ട് മറ്റൊരു ദ്വീപിലേക്ക് പോവാണ് കേട്ടോ. ഈ അഗത്തി ദ്വീപിൻ്റെ ഭാഗമായിട്ടുള്ള കൽപ്പറ്റി ദ്വീപിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ഗ്ലാസ് ബോട്ടിൽ കയറി നമ്മളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഗ്ലാസ് ബോട്ടിൽ കയറിയോടുകൂടിയിട്ട് തന്നെ എല്ലാവരും പിന്നെ താഴോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഗ്ലാസിൻ്റെ അടിയിലോട്ട് നോക്കിയാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ എല്ലാ സാധനങ്ങളും ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പോകുന്നത് അഗത്തി ദ്വീപിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ദ്വീപാണ്. കൽപ്പറ്റി ദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അങ്ങനെ ജനവാസമുള്ള സ്ഥലമൊന്നുമല്ല, ചെറിയൊരു കുഞ്ഞൻ ദ്വീപാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളുടെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. 12,000 രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. അതിൽ കുട്ടികൾക്കാണെങ്കിൽ ഹാഫ് പേയ്മെൻറ്റ് മാത്രം നൽകിയാൽ മതിയാകും. പിന്നെ നമ്മളുടെ ഈ ഒരു പാക്കേജ് എടുത്തിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രിപ്പി ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ട്രിപ്പി ഫ്ലൈയിലെ സൽമാൻ ബ്രോ ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുള്ളത്. ഓരോരോ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. ഫുഡായാലും താമസമായാലും നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ കൊച്ചി ടു അഗത്തി നമ്മൾ ഫ്ലൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 6,500 രൂപയാണ് ഒരു സൈഡ് വന്നിട്ടുള്ളത്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ അഗത്തി ടു ബാംഗ്ലൂർ ടു കൊച്ചി കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിന് ഏകദേശം ഒരാൾക്ക് 4,500 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സ്നോർക്കലിംഗ്, കയാക്കിങ്, അതുപോലെ ഗ്ലാസ് ബോട്ടിങ്, അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ. സ്കൂബ ഡൈവിങ് മാത്രമാണ് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അത് നമ്മളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതും ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അതുപോലെ ഗൈസ് മറ്റൊരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ട്രിപ്പി ഫ്ലൈ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒപ്പം യാത്ര പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ നമ്മൾ തരുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയോ വാട്സപ്പ് നമ്പറോ അയക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് അയച്ചിരുന്നതായിരിക്കും. ആ കോഡ് നിങ്ങൾ ട്രിപ്പി ഫ്ലൈയിലെ സൽമാൻ ബ്രോയ്ക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ സൽമാൻ ബ്രോയുടെ നമ്പർ നമ്മളുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ യാത്രകളും പോയി വരാനായിട്ട് ശ്രമിക്കുക. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ളമാണ്. ശരിക്കും മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ താഴത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ആമകളെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കടലാമകളെ ഒരുപാട് ഇവിടെ കാണാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ വെള്ളത്തിൻ്റെ അടിയിലുണ്ടോ ഇതൊക്കെ പാറകളാണ് കേട്ടോ. അപ്പോൾ ഈ പാറകൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഷേപ്പുകളാണ്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി കളറായിട്ടുള്ള പല തരത്തിലുള്ള പല മീനുകൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇടയിലൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ബോട്ടിൻ്റെ അടിയിലെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ശരിക്കും ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഈ ഒരു സംഭവങ്ങൾ കണ്ടില്ല, അതിൻ്റെ ഇടയിലൊക്കെ നല്ല കളർ, ചുവന്ന കളറിലുള്ള മീനുകൾ, അതേപോലെ നീല കളറ്, ഒരുപാട് വെറൈറ്റി മീനുകളാണ് കേട്ടോ ഇവിടെ. നല്ല രസമാണ്. പിന്നെ അതുപോലെ തന്നെ
തന്നെ ഈ പാറകളുടെ കല്ലിൻ്റെ ഒക്കെ ഷേപ്പുകളുണ്ടോ, അപ്പോൾ അവയുടെ പുറ്റുകളും അതുപോലത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ പേരെടുത്ത് പറയാൻ അറിയില്ല, അത്രയധികം സാധനങ്ങളുണ്ട് നമുക്കിങ്ങനെ കാണാനായിട്ട്. ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആമയെ കണ്ടു. ഇത് നമ്മളുടെ കരയിലുള്ള ആമയെ പോലെ അല്ല കേട്ടോ, വെള്ളത്തിലുള്ള ആമകൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മളുടെ ബോട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ നല്ല സ്പീഡിൽ തന്നെ അവിടെ നിന്ന് സ്ഥലം വിടും. എന്നിരുന്നാലും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. വെള്ളം ഇത്ര ക്ലിയർ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ ഇവർ പോകുന്നത് ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്ര അടുത്ത് നമുക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മളുടെ ബോട്ടിൻ്റെ അടിയിൽ ശരിക്കും ആമയെ കാണാനായിട്ട് സാധിച്ചു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ആമ തന്നെയാണ് കേട്ടോ അത്. നമ്മൾ ഇത്ര ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ശരിക്കും നമ്മളുടെ ബോട്ടിൻ്റെ അടിയിലോട്ട് തന്നെ സംഭവം വന്ന് ആമ ഇങ്ങനെ വന്നു നമുക്ക് കാണാനായിട്ട് വന്നു നിന്ന പോലെയാണ്. ശരിക്കും അത്ര ക്ലിയർ ആയിട്ട് കണ്ടില്ല. നമ്മൾ ആമയുടെ മുകളിലൂടെ പോകുന്ന ഫീലാണ് നമുക്ക് കിട്ടിയത്. ശരിക്കും അത്ര ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിച്ചു. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഈ ഒരു ഗ്ലാസ് ബോട്ടിംഗ് റൈഡിലൂടെ അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി നമ്മളങ്ങനെ കൽപ്പിട്ടി ദ്വീപിലേട്ടാണ് നമ്മൾ ഇങ്ങനെ എത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ ബോട്ട് ഇങ്ങനെ അങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പെട്ടി ദ്വീപാണ് ഇപ്പോൾ നമ്മൾ ആ ദൂരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ കൽപ്പെട്ടി ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കണം എന്തൊക്കെയാണ് ഇവിടെ കാണാനായിട്ടുള്ളതെന്ന്. ഈ മണലിൻ്റെ ഈ ഭാഗം കാണുന്നത് അത്ര സോഫ്റ്റ് അല്ല കേട്ടോ. നമ്മൾ ചെരുപ്പിടാണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ കാല് പൊട്ടിപ്പോകും. ഒത്തിരി നല്ല ഷാർപ്പായിട്ടുള്ള സംഭവം കല്ലുകളൊക്കെയാണ്. കോറൽസ് ആണ് മുഴുവനും. ഈ കോറൽസ് ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് ഇങ്ങനെ അത് ഒരഞ്ഞൊരഞ്ഞ് പൊട്ടിയിട്ട് ഈ പഞ്ചസാര പരുവത്തിലുള്ള മണൽ ഇങ്ങനെ ആയിക്കെടുക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ ഇത് ശരിക്കും കാടാണ് കേട്ടോ. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ തന്നെ ജനവാസമൊന്നുമില്ല. അപ്പോൾ കാടാണ്. ഒരു പ്രത്യേകതരം ഇലയുള്ള മരങ്ങളും അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. നല്ല രസമാണ് ഈ കാഴ്ചകൾ കാണാനായിട്ട്. നമ്മളങ്ങനെ ഈ ഒരു ദ്വീപിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വെള്ളം ഇപ്പോൾ ഇറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. വെള്ളം ഇവിടെ കയറിയിട്ടുണ്ട്, പക്ഷേ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇവിടെ അത് ഒരുപാട് കോറൽസും അതുപോലെ ഒരു പ്രത്യേക തരം കല്ലുകളൊക്കെയാണ്. നമ്മൾ ചെരുപ്പിടാണ്ട് നമുക്ക് ഒരിക്കലും ഇവിടെ ചവിട്ടാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്തുണ്ടോ, ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു സ്തൂപം കണ്ടോ. ഇവിടെ ഇതെന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. അതിന് അടുത്ത് പോയി നോക്കിയപ്പോഴാണ് സത്യമേവ ജയതേ ഒരു സംഭവമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് കൽപ്പിട്ടി അഗത്തി ഐലൻഡ് യൂണിയൻ ഓഫ് ടെറിട്ടറീസ്. അപ്പം അങ്ങനെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ്സ്, അത് ലക്ഷദ്വീപിൻ്റെ ഒരു പഴയ പേരാണ് കേട്ടോ ലക്ഷദ്വീപ്സ് എന്നുള്ളത്. പിന്നെ ഇവിടെ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ കണ്ടില്ലേ ഒരുപാട് സീ കുക്കുമ്പറൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. രാവിലെ സ്നോർക്കലിങ്ങിന് പോയപ്പോഴും കടലിൻ്റെ അടിയിൽ നമുക്ക് സീ കുക്കുമ്പർ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ വന്നപ്പോഴും ഇതുപോലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിന് നമ്മളിവിടെ തൊടാനൊന്നും പാടില്ല കേട്ടോ. തൊടാനും അതുപോലെ കയ്യിലെടുക്കാനൊന്നും പാടില്ല, ഭയങ്കര കുറ്റകരമാണ്. നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് മറ്റൊരു കാര്യം അറിഞ്ഞത്. ഇവിടെ ബി കുഞ്ഞുപാറ എന്ന് പറഞ്ഞിട്ടൊരു പാറയുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ബി കുഞ്ഞുപാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാറയാണ്. അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ വലിയൊരു കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഏതോ ഒരു സ്ത്രീ, ബി കുഞ്ഞെന്ന് പറഞ്ഞൊരു സ്ത്രീ, ഇതിൻ്റെ ഉള്ളിലോട്ട് ബ്രിട്ടീഷുകാരുടെ ശല്യം കാരണം കയറിപ്പോയി. പിന്നെ അത് തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഞണ്ടുകളുണ്ട് കേട്ടോ. ഞണ്ടുകളുടെ ഒരു പ്രധാന സ്പോട്ടാണെന്ന് തോന്നുന്നുണ്ട്. നിറച്ച് ഞണ്ടുകളാണ്. ശരിക്കും നമ്മൾ നോക്കി നടന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് കടിക്കും. അത്രയധികം ഞണ്ടുകൾ, അതും നല്ല വലിപ്പമുള്ള ഞണ്ടുകളാണ്. എല്ലായിടത്തും നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള വെള്ളം തന്നെയാണ് എല്ലാ ഭാഗത്തുള്ളത്. ചെറിയ ഭാഗത്ത് മാത്രമാണ് അങ്ങനെ ചെളി കലർന്നിട്ടുള്ള വെള്ളമുള്ളത്. നമ്മൾ വന്നപ്പോൾ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം നമ്മളുടെ പിന്നാലെ ഒരുപാട് ബോട്ടുകൾ ഇവിടെ വന്ന് അത്യാവശ്യം കുറേ ആളുകൾ തന്നെ ഇപ്പോൾ ഇവിടെ ഈ ദ്വീപിൽ കയറിയിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കൽപ്പെട്ടി ദ്വീപിനോട് ബൈ ബൈ പറയുകയാണ്. നമ്മളങ്ങനെ തിരിച്ച് നമ്മളുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗ്ലാസ് ബോട്ടിലെ അവസാന യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ച അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളുടെ അഗത്തി ദ്വീപിൽ തന്നെ നമ്മളെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ രണ്ടാമത്തെ എപ്പിസോഡിലെ കാഴ്ചകൾ വരുന്നത്. നമ്മളെ കൊണ്ടുപോയ ഗ്ലാസ് ബോട്ടിൽ കൊണ്ടുപോയിട്ടുള്ള നമ്മളുടെ ഗൈഡ്സ് തിരിച്ചു പോവുകയാണ്. അവർ നമ്മൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ തന്ന് അവരങ്ങനെ ദൂരത്തേക്ക് പോയി മറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.